വെടിനിർത്തൽ വിശ്രമത്തിനുള്ള സമയമല്ല എന്നും ഇനിയാണ് കൂടുതൽ കരുത്താർജിക്കേണ്ടത് എന്നുമുള്ള നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ. വിശ്രമമില്ലാതെ ആയുധപ്പുര നിറയ്ക്കുന്ന തിരക്കിലാണവർ. ലോകവിപണി കീഴടക്കിയ അമേരിക്കൻ ആയുധങ്ങളോട് കിടപിടിക്കാൻ തക്ക വജ്രായുധങ്ങൾ മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട് ഭൂഗർഭ അറകളിൽ. ഇനിയും ലോകമറിയാത്ത കാണാത്ത നിരവധി ആയുധങ്ങൾ ഇറാന്റെ രഹസ്യ സങ്കേതങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനാകാത്ത ജനതയാണവർ. അവർ ഇങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ അല്ലേ? നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒപ്പം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ ശേഖരവുമുള്ള വൻ ശക്തികളെ വെറും ഉപരോധങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഒരു രാജ്യം സ്വന്തം തദ്ദേശീയ കരുത്തുകൊണ്ട് പ്രതിരോധിക്കുന്നത് ലോകത്തെ പുതിയ ശക്തി സമവാക്യങ്ങളുടെ തുടക്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തണേ. പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന പ്രസ്താവനയാണ് IRGC എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ സയ്യിദ് മജീദ് മൗസവിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വെടിനിർത്തൽ എന്നത് വിശ്രമിക്കാനുള്ള സമയമല്ല, മറിച്ച് അടുത്ത പോരാട്ടത്തിന് മുമ്പായി തങ്ങളുടെ ആയുധ ശേഖരത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള അവസരമാണെന്നാണ് ഇറാൻ തെളിയിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും ശരിവെക്കുന്ന ഇറാന്റെ ഈ റീബിൽഡിംഗ് കരുത്ത് ലോകശക്തികളെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാന്റെ ആയുധ ശേഖരം കേവലം എണ്ണത്തിലല്ല, മറിച്ച് അവയുടെ വൈവിധ്യത്തിലും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലുമാണ് നിലനിൽക്കുന്നത്. ഉപരോധങ്ങൾ കടുക്കുമ്പോഴും ഇറാൻ വികസിപ്പിച്ചെടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും മൊബൈൽ ലോഞ്ചറുകളും ഏതൊരു ആധുനിക സേനയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നു. യുദ്ധകാലത്ത് തകർക്കപ്പെടുന്ന വിക്ഷേപണ തറകൾ മണിക്കൂറുകൾക്കുള്ളിൽ പുനർനിർമ്മിക്കാനോ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ ഉള്ള ഇറാന്റെ ശേഷി അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ പക്കലാണ് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഷഹാബ്, ഗദർ, സെഞ്ചിൽ തുടങ്ങിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഫത്താഹ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ കൂടി എത്തിയതോടെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് താഡ്, പാട്രിയോട്ട് തുടങ്ങിയവയൊക്കെ നിഷ്പ്രഭമായിരിക്കുകയാണ്. ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ തടയാൻ നിലവിൽ ലോകത്ത് ഒരു സംവിധാനവും ഇല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വെടിനിർത്തൽ കാലയളവിൽ ഇത്തരം അത്യാധുനിക മിസൈലുകളുടെ ഉൽപാദനം ഇരട്ടിയാക്കുകയാണ് ഇറാൻ ഇവിടെ ചെയ്യുന്നത്. അമേരിക്കയുടെ MQ-4C ട്രൈറ്റൻ പോലുള്ള ഭീമന്മാരെ വീഴ്ത്തിയ ഇറാൻ ഇന്ന് ഡ്രോൺ നിർമ്മാണത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഷാഹിദ് പരമ്പരയിലുള്ള ഡ്രോണുകൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാമെന്നതും വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളതുമാണ്. വെടിനിർത്തൽ കാലത്ത് ഈ ഡ്രോണുകളുടെ റേഞ്ചും കൃത്യതയും വർദ്ധിപ്പിക്കാൻ ഇറാൻ കാണിക്കുന്ന വേഗത അമേരിക്കൻ ചാര സംഘടനകളെ പോലും ഉഴപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. വൻ ശക്തികളുടെ മുന്നറിയിപ്പുകളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇറാൻ നടത്തുന്ന ഈ സൈനിക നവീകരണം ഒരു കാര്യം വ്യക്തമാക്കുന്നത്. ഇറാൻ പഴയ ഇറാൻ അല്ല. യുദ്ധം അവസാനിച്ചു എന്ന് ലോകം കരുതുമ്പോൾ അതിനേക്കാൾ വലിയൊരു യുദ്ധത്തിന് സജ്ജമായി പുറത്തു വരാൻ അവർക്ക് സാധിക്കുകയാണ്. വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കുക വഴി ഏത് നിമിഷവും ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്കാവുമെന്ന് മേജർ ജനറൽ മൗസവി പറയുമ്പോൾ അത് കേവലം ഒരു അവകാശവാദമായിട്ട് കാണരുത്, മറിച്ച് പശ്ചിമേഷ്യയുടെ പുതിയ യാഥാർത്ഥ്യം തന്നെയാണ് ഇറാൻ നമ്മളോട് പങ്കുവെക്കുന്നത്. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തകർക്കപ്പെട്ടവയെല്ലാം ഇരട്ടിക്കരുത്തോടെ പുനർനിർമ്മിക്കുന്ന ഈ പോരാട്ട വീര്യം ഇറാന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായം തന്നെയാണ്. ആകാശത്തും ഭൂമിയിലും തങ്ങൾ തീർത്ത പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ന് ഈ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആഗോള സൈനിക നിരീക്ഷകർ ഇറാന്റെ കരുത്തിനെ വിലയിരുത്തുന്നത് കേവലം അവരുടെ പക്കലുള്ള മിസൈലുകളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് ആ മിസൈലുകൾ പ്രയോഗിക്കുമ്പോൾ അവർ വികസിപ്പിച്ചെടുത്ത അത്യാധുനികവും തന്ത്രപരവുമായ ലോഞ്ച് പ്ലാറ്റ്ഫോമുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഏതൊരു വൻ ശക്തിയെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഹൈടെക് പ്രതിരോധ വ്യൂഹമാണ് ഇന്ന് ഇറാനുള്ളത്. ഇറാന്റെ ഏറ്റവും വലിയ രഹസ്യവും കരുത്തും അവരുടെ ഭൂഗർഭ മിസൈൽ താവളങ്ങളാണ്. മലനിരകൾക്ക് താഴെ നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിച്ച ഈ മിസൈൽ നഗരങ്ങളിൽ നിന്ന് നേരിട്ട് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. ശത്രുരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്കോ ബോംബറുകൾക്കോ തകർക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമായ ഈ താവളങ്ങൾ ഏത് യുദ്ധ സാഹചര്യത്തിലും തിരിച്ചടിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്നുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ ഇത്തരം താവളങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതകൾ നവീകരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ മറ്റൊരു നിർണായക വശം അവരുടെ മൊബൈൽ ലോഞ്ചറുകൾ തന്നെയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്താതെ ട്രക്കുകളിലും മറ്റു വാഹനങ്ങളിലും ഘടിപ്പിച്ച ഈ ലോഞ്ചറുകൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും അതിവേഗം മാറ്റാൻ സാധിക്കും.
ഇത് ശത്രുവിന്റെ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങളെ അപ്രസക്തമാക്കുന്നു. മിസൈൽ വിക്ഷേപിച്ച ഉടനെ തന്നെ സ്ഥലം മാറാൻ കഴിയുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. അടുത്തിടെ ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ വിവിധ ദിശകളിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന അത്യാധുനിക പ്ലാറ്റ്ഫോമുകൾ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. റഡാറുകളെ വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഇത്തരം വിക്ഷേപണ തറകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൗരവകരമായി കാണുന്ന ഒരു കാര്യവുമാണിത്. കാരണം വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ റഡാറുകളിൽ പ്രത്യക്ഷപ്പെടുക. MQ-4C ട്രൈറ്റനെ വീഴ്ത്തിയത് മുതൽ ഇറാൻ തങ്ങളുടെ ഡ്രോൺ വിക്ഷേപണ രീതികളിൽ വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ചെറിയ കണ്ടെയ്നറുകളിൽ നിന്ന് പോലും വിക്ഷേപിക്കാവുന്ന കാമികാസെ ഡ്രോണുകൾ ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. കടലിലെ കപ്പലുകളിൽ നിന്നോ സാധാരണ ട്രക്കുകളിൽ നിന്നോ ഇവ വിക്ഷേപിക്കാവുന്നതാണ്. ഇവയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയും ജാമിംഗ് സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മേജർ ജനറൽ സയ്യിദ് മജീദ് മൗസവി സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക വിദ്യയുടെ റാപ്പിഡ് റീജനറേഷൻ ആണ് ഇറാന്റെ പുത്തൻ തന്ത്രം. ഒരു ലോഞ്ച് പാഡ് തകർക്കപ്പെട്ടാൽ അത്യാധുനിക 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ എഞ്ചിനീയറിംഗ് മികവും ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പുതിയൊരെണ്ണം സജ്ജമാക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നുണ്ട്. ഇത് യുദ്ധഭൂമിയിൽ ഇറാൻ നൽകുന്ന മുൻതൂക്കം വളരെ വലുതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിരോധ വിപ്ലവമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത. വെറും മിസൈലുകളല്ല, മറിച്ച് അവ പ്രയോഗിക്കാനുള്ള ബുദ്ധിയും സാങ്കേതികതയുമാണ് ഇറാനെ പശ്ചിമേഷ്യയിലെ അജയ്യമായ ശക്തിയാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. വൻ ശക്തികളുടെ പക്കലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളെക്കാൾ കൃത്യതയോടെയും വേഗതയോടെയും പ്രഹരിക്കാൻ ഇറാന്റെ ഈ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്ന് കരുത്തുണ്ട്. ഇറാന്റെ സൈനിക തന്ത്രങ്ങളെയും പ്രതിരോധ നയങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ഈ കാര്യത്തിന് പിന്നിലെ പ്രതിരോധ രാഷ്ട്രീയവും വരാനിരിക്കുന്ന മാറ്റങ്ങളും കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കൂടി ഒന്ന് പോയി നോക്കിയാലോ. ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങൾ കേവലം ആയുധപുര മാത്രമല്ല, മറിച്ച് ദശാബ്ദങ്ങളായുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കെതിരെയുള്ള ആ രാജ്യത്തിന്റെ അതിജീവന തന്ത്രം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇറാനെ സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. ഇന്ന് റഷ്യയെ പോലുള്ള വൻ ശക്തികൾ പോലും ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്കായി ഇറാനെ സമീപിക്കുന്നു എന്നത് ആ രാജ്യത്തിന്റെ വളർച്ചയുടെ അടയാളം തന്നെ. തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായും തദ്ദേശീയമായതിനാൽ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നിയന്ത്രിക്കാനോ നിശ്ചലമാക്കാനോ സാധിക്കില്ല. മുൻപ് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം എന്നത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒന്നായിരുന്നു. എന്നാൽ MQ-4C ട്രൈറ്റൺ തകർക്കപ്പെട്ടതോടെ ആ അപ്രമാദിത്വമാണ് അവസാനിച്ചത്. ഏത് വൻശക്തിയുടെയും അത്യാധുനിക ആയുധങ്ങളെ നേരിടാൻ ശേഷിയുള്ള അസിമെട്രിക് വാർഫെയർ രീതിയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. കുറഞ്ഞ ചെലവിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ വിദേശ ആയുധങ്ങളെ നേരിടുക എന്ന ഈ തന്ത്രം ആഗോള സൈനിക ചരിത്രത്തിലെ തന്നെ പുതിയ പാഠമാണ്. മേജർ ജനറൽ മൗസവി പറഞ്ഞതുപോലെ വെടിനിർത്തൽ കാലത്തെ നവീകരണം ഇറാന് നയതന്ത്ര മേഖലയിൽ കൂടുതൽ വിലപേശൽ ശേഷിയാണ് നൽകുന്നത്. സൈനികമായി തങ്ങൾ ശക്തരാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് വൻ ശക്തികൾക്ക് ഇറാന്റെ മേൽ നേരിട്ടുള്ള ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കാൻ കഴിയാത്തത്. സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക വഴി സമാധാനം ഉറപ്പാക്കുക എന്ന നയമാണ് ഇറാൻ ഇവിടെ സ്വീകരിക്കുന്നത്. ഇറാന്റെ ആയുധപ്പുരകൾ ഇന്ന് വെറും ഒരു ശേഖരമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള വൻമതിൽ തീർക്കുകയാണ്. ഓരോ തവണ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനേക്കാൾ വേഗത്തിലും കരുത്തിലും പുനർനിർമ്മിക്കപ്പെടുന്ന ഇറാന്റെ വിക്ഷേപണ തറകൾ ആ രാജ്യം കൈവരിച്ച എഞ്ചിനീയറിംഗ് മികവിന്റെയും പോരാട്ട വീര്യത്തിന്റെയും സാക്ഷ്യപത്രമാണ്. വരാനിരിക്കുന്ന കാലം ഇറാന്റെ ഈ പ്രതിരോധ കോട്ടകൾ കൂടുതൽ കരുത്തുറ്റതായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇറാന്റെ ഈ കരുത്തിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തായാലും ശ്രദ്ധിക്കുമല്ലോ. മാത്രവുമല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.